ഞങ്ങളുടെ കേരളത്തിലൊരു പ്രശ്നം. ഞങ്ങളിപ്പോ എന്തോ പ്രവർത്തിച്ചാലും അതിനടിയിൽ ഉമ്മൻചാണ്ടിയുടെ കല്ലുണ്ടോ ഇതിവിടെ മാത്രമല്ല, കേരളത്തിൽ ഏത് ഉമ്മൻചാണ്ടിയുടെ കല്ലന്വേഷിച്ച് നടക്കാം ഞങ്ങളിപ്പോ. അതിവിടെയാണ് പറയേണ്ടത്. കൊല്ലത്തെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ മൺട്രോ തുരുത്താണിത്. ഞങ്ങൾ അഷ്ടമുടിക്കായലിന്റെ ഓളങ്ങൾ ഇങ്ങനെ അത്ര വലിയ ഓളമൊന്നുമില്ല. അഷ്ടമുടിക്കായലിനും ഈ കല്ലടയാറിനും മൺട്രോ ദ്വീപുകൾ ചേർന്നതാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട ഒരു വിനോദം എന്ന് പറയുന്നത് തോണിയിൽ ഇങ്ങനെ ഗംഭീരമായ ടൂറിസ്റ്റ് സ്പോട്ടാണ്. പിറകിൽ നിങ്ങൾക്ക് കാണാം, ഹൗസ് ബോട്ട് കാണാം. അവിടെയൊക്കെ ഒരുപാട് സംവിധാനങ്ങളുണ്ട്, സൗകര്യങ്ങളുണ്ട്. ഇവിടെ വന്നുണ്ടല്ലോ മെയിൻ ചെമ്മീൻ കെട്ട് ആണ്, ആ കണ്ടൽക്കാടുകൾ കാണാം. ഈ തുരുത്തിനിടയിലൂടെ കണ്ടൽക്കാട് അപ്പുറത്തൂടെ, കണ്ടൽക്കാടിന്റെ ഉള്ളിലൂടെ ബോട്ട് തുഴഞ്ഞു പോവാം. അങ്ങനെ ഒരുപാട് സൗകര്യങ്ങളുണ്ട്. അതുപോലെ ടൂറിസ്റ്റുകളും. തുരുത്ത് എന്നുള്ള പേര് മൺട്രോ എങ്ങനെ വന്നു എന്നറിയോ? തിരുവിതാംകൂർ ദിവാനായിരുന്നു മൺട്രോ സാഹിബ്. അദ്ദേഹത്തിന്റെ സ്മരണാർത്ഥമാണ് ഈ തുരുത്തിന് ഇങ്ങനെ. അപ്പൊ മൺട്രോ സാഹിബിന്റെ ഓർമ്മകൾ ഇവിടെ ഇങ്ങനെ ഓളങ്ങളിൽ, ഈ അഷ്ടമുടിക്കാരന്റെ ഓളങ്ങളിലും ഓരങ്ങളിലും ഒക്കെ ഉണ്ട്. അപ്പൊ നമ്മുടെ ഈ തോണി തുഴയുന്ന ഒരു ചേട്ടൻ നമ്മോടൊപ്പം ഉണ്ട്. ശ്രമിക്കാം. അനിലേട്ടന്റെ വീട് ഇവിടെ അടുത്ത് തന്നെയാണോ? എവിടെ? അങ്ങനെയാണ്. അപ്പോ കൊല്ലത്തൊരു പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് സ്പോട്ടാണ്. അപ്പൊ മൺട്രോ തുരുത്തുകാർക്ക് എത്രമേൽ പ്രധാനപ്പെട്ടതാണ്? ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമാണ് മൺട്രോ തുരുത്ത് എന്ന് പറഞ്ഞാൽ. ഞങ്ങൾ അതിൽ നിന്നാണ് ഇവിടെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് വരുന്നുണ്ട്, ഒരുപാട്. പിന്നെ ഞങ്ങൾ ഒരു 10-60 പേരുണ്ട് ഇവിടെ വള്ളം പോകുന്നവർ, ഈ വളവ് പോകുന്നവർ. ഇതിപ്പോ മൊത്തത്തിൽ പഞ്ചായത്താണ്. ആണ്. എത്ര പേര് ഇവിടെ താമസിക്കുന്നുണ്ടോ? ഇവിടെ മൺട്രോ തുരുത്ത് പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ ഇവിടെ ഇഷ്ടംപോലെ ആളുകളുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് മൺട്രോ തുരുത്തുകാർക്ക് ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പ് കൂടി വരുമ്പോ എന്താണ് അവരുടെ ആവശ്യം, ഇവിടെ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ ഉള്ളത്? നമുക്കിതാ കരയിൽ ഒരുപാട് ആളുകൾ നമ്മളെ കാത്തിരിപ്പുണ്ട്. തീർച്ചയായും. അപ്പോ മൺട്രോ തുരുത്തിന്റെ ചെറിയ ഭൂമിശാസ്ത്ര പ്രത്യേകതകളും എന്താണ് ഈ പഞ്ചായത്ത് എന്നുള്ള ചെറിയ ചിത്രം അനിലേട്ടൻ തന്നു കഴിഞ്ഞു. ഇനി നമുക്ക് കൂടുതൽ അറിയാൻ നമ്മൾ കരയിലേക്ക് കയറുകയാണ്. കായലിൽ നിന്ന് കര കയറി ഞങ്ങളിതാ ഈ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങും. പഴയ പോലെ മതിൽ ചാടാനൊന്നും വയ്യ. പഞ്ചായത്താണല്ലേ ദിവ്യ? അതൊരു ദ്വീപ് പഞ്ചായത്ത്. വളരെ സ്പെഷ്യലായ, കൊല്ലത്ത് തന്നെ എത്തിയപ്പോ വളരെ സ്പെഷ്യലായി കണ്ടൊരു കാഴ്ച. അപ്പൊ ദ്വീപ് പഞ്ചായത്തിലുള്ളവർക്ക് എന്താണ് പറയാനുള്ളത് നമുക്ക് നോക്കാം. മൺട്രോ തുരുത്തുകാർക്ക് എന്ത് പറയാനുണ്ടാകും എന്നുള്ളത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ശ്രദ്ധേയമായ ചിത്രങ്ങളൊന്നാണ്. ഈ മൺട്രോ തുരുത്ത് പഞ്ചായത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ജനപ്രതിനിധികളെല്ലാം ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. ഇതിൽ സ്ഥാനാർത്ഥികളുണ്ട്, ഇവിടുത്തെ വിവിധ രാഷ്ട്രീയ പാർട്ടികളെ പ്രതിനിധീകരിക്കുന്ന നേതാക്കളുണ്ട്. ദിവ്യ, യെസ്, നമുക്ക് നോക്കാം. ഇവിടെ തുടങ്ങാം അല്ലേ? ഇവിടുത്തെ സ്ഥാനാർത്ഥിയല്ലേ? UDF സ്ഥാനാർത്ഥിയാണ്? അല്ല, LDF സ്ഥാനാർത്ഥിയാണ്. നിലവിൽ മെമ്പറാണ്. ഏത് വാർഡാ? തൂമ്പുമുഖ 7-ാം വാർഡ്. എങ്ങനെയാണ് ഇപ്പൊ UDF ആണല്ലോ? ദിവ്യ മേഴ്സിക്കുട്ടി അമ്മയുടെ നാത്തൂനാണ്, മന്ത്രിയുടെ ബന്ധു കൂടിയാണ്. അപ്പോ ഇത്തവണ സിറ്റിംഗ് മെമ്പറാണോ അതോ ആദ്യമായി മത്സരിക്കാൻ പോവാണോ? സിറ്റിംഗ് മെമ്പറാണ്. UDF ആണല്ലോ ഭരിച്ചുകൊണ്ടിരിക്കുന്ന പഞ്ചായത്ത്. അപ്പോൾ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ എന്താണ് LDF മുന്നോട്ട് വയ്ക്കുന്നത്? ഭരണം എങ്ങനെയുണ്ടായിരുന്നു എന്നാണ് വിലയിരുത്തുന്നത്? ഭരണം തികച്ചും ഒരു കാര്യവും ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം നറുക്കിലൂടെയാണ് UDF ഭരണം കിട്ടിയത്. 5-5 3 BJP അങ്ങനെയായിരുന്നു. അപ്പം 13 സീറ്റായിരുന്നു. അപ്പോൾ ഒരുപാട് കാര്യങ്ങളും ചെയ്യാൻ പറ്റാതെ പോയി. പ്രത്യേകിച്ച് മൺട്രോ തുരുത്തുമായിട്ട് കൊല്ലത്തിനെ ബന്ധിപ്പിക്കാൻ പറ്റുന്ന ഒരു ജങ്കാറുണ്ടായിരുന്നു. അപ്പോൾ അത് നിർത്തലാക്കി നിന്നുപോയിരുന്നു. അത് തിരിച്ചു കൊണ്ടുവരാൻ സാധിച്ചില്ല. അപ്പം നമ്മുടെ LDFന്റെ പനയം പഞ്ചായത്ത് ഇടപെട്ടാണ് പിന്നെ നമ്മുടെ LDFന്റെ പ്രധാനപ്പെട്ട CPMന്റെ ലോക്കൽ കമ്മിറ്റിയിലുള്ളവർ കൂടെ വിചാരിച്ചിട്ടാണ് മറ്റൊരു ജങ്കാർ കൊണ്ടുവരാൻ സാധിച്ചത്. പിന്നെ ടൂറിസവുമായി ബന്ധപ്പെട്ട് ഏറ്റവും മനോഹരമായ ഒരു സ്ഥലമാണ് ഈ നമ്മളിപ്പം നിൽക്കുന്ന വളവ്. അപ്പം അവിടെ കഴിഞ്ഞ ഭരണസമിതി ഇരുന്ന സമയത്താണ്
ഈ ഒരു റോഡ് ചെയ്യാൻ സാധിച്ചത്. കാരണം അതിൻ്റെ ഇടയ്ക്ക് വെള്ളപ്പൊക്കവും വേലിയേറ്റവും ഒക്കെ വന്ന് ആ റോഡ് തികച്ചും ഉപയോഗശൂന്യമായ ഒരു രീതിയിൽ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ ഭരണസമിതി ഇരുന്ന സമയത്ത് നല്ലതുപോലെ ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷെ അത് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് വികസനങ്ങൾ മുടങ്ങിപ്പോയിട്ടുണ്ട്. അപ്പോൾ ഈ വികസനങ്ങളൊക്കെ വാഗ്ദാനം ചെയ്താണ് LDF വരുന്ന തെരഞ്ഞെടുപ്പിന്. അതെ. കാരണം നമ്മുടെ എല്ലാ വാർഡിലേക്കും MLAയുടെ ഫണ്ടുകൾ നമുക്ക് എല്ലാ വാർഡിലും ഇല്ലെങ്കിലും എൻ്റെ വാർഡിൽ തന്നെ ഏതാണ്ട് പിന്നെ തീരദേശ റോഡിൻ്റെ ഭാഗമായിട്ട് ഫിഷറീസിൻ്റെ ഏതാണ്ട് 33 ലക്ഷത്തോളം രൂപ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അത് കണക്ക് തന്നെ MLAയുടെ ഫണ്ടുകൾ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ പല വാർഡിലും MLAയുടെ ഫണ്ട് കിട്ടി. എൻ്റെ വാർഡിൽ മാത്രം എനിക്ക് പഞ്ചായത്തിനെ കൊണ്ട് ചേർത്ത് 85 ലക്ഷം രൂപയുടെ വർക്ക് എനിക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റ് LDFൻ്റെ സ്ഥാനാർത്ഥികളായിട്ടുള്ള നിലവിലിപ്പം വീണ്ടും വൈസ് പ്രസിഡന്റായിട്ടിരുന്ന അനിറ്റ മത്സരിക്കുന്നുണ്ട്. അവരുടെ വാർഡിലും. അപ്പൊ ദിവ്യ ജങ്കാറിന്റെ പ്രശ്നമാണ് പറയുന്നത്. ടൂറിസം മേഖലയിലും പ്രശ്നങ്ങളുണ്ട്. ദിവ്യ CPMന്റെ സൈഡിൽ തന്നെ നിന്നു, ഞാൻ കോൺഗ്രസിന്റെ സൈഡിലോട്ട് മാറാം. ജങ്കാറിന്റെ കാര്യത്തിൽ വലിയ ഘടകാര്യസ്ഥത അല്ലെങ്കിൽ വലിയ വീഴ്ചകൾ കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് സംഭവിച്ചു. ടൂറിസമാണ് പ്രധാനപ്പെട്ട വരുമാന മാർഗം. ആ കാര്യത്തിൽ ഒന്നും ചെയ്യാൻ പറ്റിയില്ല എന്ന് CPM വിമർശനത്തെ എങ്ങനെയാണ്? ടൂറിസത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. മൺട്രോത്തുരത്തിനെ സംബന്ധിച്ച് ഏറ്റവും ഗുരുതരമായ പാരിസ്ഥിതിക വിഷയം നേരിടുന്ന ഒരു പ്രദേശമാണ് മൺട്രോത്തുരത്ത്. അപ്പോൾ ഞാൻ അതായത് 10 വർഷം മുമ്പ് നമ്മുടെ മുഖ്യമന്ത്രി, ഇപ്പോഴത്തെ മുഖ്യമന്ത്രി, അത് മുഖ്യമന്ത്രിയല്ല, ഇവിടെ ഒന്ന് സന്ദർശിച്ചായിരുന്നു മൺട്രോത്തുരത്ത്. അപ്പോൾ പുള്ളി ഇവിടെയെല്ലാം സന്ദർശിച്ച് മൺട്രോത്തുരത്ത് വന്നത്, ഞാൻ തീർച്ചയായിട്ടും അധികാരത്തിലേറിയ മൺട്രോത്തുരത്തിന് ഒരു പാക്കേജ് തന്നെ തരും എന്നാണ് പറയുന്നത്. അപ്പോൾ 10 വർഷം പിന്നിടുന്നു. അപ്പോൾ 2010 ഇവിടെ UDF ഭരണസമിതിയായിരുന്നു. ഞാൻ പ്രതികരിച്ച വാർഡാണിത്. അന്ന് ഇങ്ങനെ ഒരു ടൂറിസം സ്പോട്ട് ഇവിടെ ഇല്ല. കാണുന്ന റോഡ്, ആ റോഡെന്ന് പറയുന്നത് വെറും ഒരു ബണ്ട് മാത്രമായിരുന്നു. ആ ബണ്ട് മാറി അങ്ങനെ ഒരു റോഡ് കൊണ്ടുവന്നത് 2010 ഉമ്മൻചാണ്ടി ഗവൺമെന്റ് വന്ന സമയത്ത് ഞാൻ പോയി അന്നത്തെ മിനിസ്റ്റർ K. ബാബു, ഫിഷറീസ് മിനിസ്റ്റർ എന്നാണ് 29 ലക്ഷം രൂപ വെച്ചാണ് ആ റോഡും ആ കാണുന്ന പാലവും ചെയ്തത്. അതിനുശേഷമാണ് ഇവിടെ ഒരു ടൂറിസം സ്പോട്ടായി മാറിയത്. അപ്പോൾ ചിലരൊക്കെ പറഞ്ഞില്ല അവിടെ ഒരു കട വന്നതുകൊണ്ടാണ് ടൂറിസം സ്പോട്ടായത്. അപ്പോൾ അവിടെ കട വരണമെങ്കിൽ ഒരു റോഡ് വേണ്ടേ? അപ്പോൾ ആ റോഡ് വന്നതുകൊണ്ടാണ് ആ കടയും ഉണ്ടായതും. അതിനുശേഷം അപ്പുറത്തെ റിസോർട്ടുകൾ, ഈ കാണുന്ന റിസോർട്ടുകളൊക്കെ അതിനുശേഷം ഇവിടെ ഒരു ടൂറിസം സ്പോട്ടായി മാറുകയായിരുന്നു. പക്ഷെ അന്ന് ആ UDF ഭരണസമിതി, അതായത് 2010 ശേഷമുള്ള UDF ഭരണസമിതി ഒരു ടൂറിസം പാക്കേജ് തന്നെ ഗവൺമെന്റിന് സമർപ്പിച്ചു. അതായത് ഇങ്ങനെ വർഷങ്ങളെടുത്ത് പഠിച്ച് ഗവൺമെന്റിന് സബ്മിറ്റ് ചെയ്തു. അന്ന് അനിൽകുമാറായിരുന്നു ടൂറിസം മിനിസ്റ്റർ. അപ്പോൾ ആ 5 കോടി രൂപയുടെ ഒരു പാക്കേജായിരുന്നു നമ്മൾ സബ്മിറ്റ് ചെയ്തിരുന്നത്. പക്ഷെ അതിനുശേഷം വന്ന LDF ഗവൺമെന്റ്, പിന്നീട് ഇങ്ങോട്ട് 10 വർഷക്കാലം LDF ഗവൺമെന്റ് ആയിരുന്നു വന്നത്. ആ ഒരു പാക്കേജ് മുന്നോട്ട് ഒരടി പോലും പോയിട്ടില്ല. സ്ഥാനാർത്ഥിയാണ്. ഏത് വാർഡിലെ? പിന്നെ 6-ാം വാർഡിലെ LDFന്റെ സ്ഥാനാർത്ഥിയാണ്. അപ്പോൾ അവിടെ പറഞ്ഞത് എല്ലാം എത്തിക്കാനുള്ള ചെയ്തിട്ടുണ്ട്. പറയുക എന്നുള്ളത് മാത്രമല്ലേ അവരൊക്കെ ഉള്ള UDFന്റെ ഒരു നയം. LDF 9.5 വർഷക്കാലമായിട്ട് LDF ആണ് ഭരിക്കുന്നത് ഗവൺമെന്റ്. ഈ ടൂറിസം പദ്ധതിയും മൺട്രോത്തുരത്തിന്റെ വികസനവും ഇവിടെ LDF ഗവൺമെന്റുകളുടെ കാലത്ത് മാത്രമാണ് നടപ്പിലാക്കിയിട്ടുള്ളത്. ഏതെങ്കിലും ഒരു പദ്ധതി, ഈ റോഡുകൾ, അതുമായിട്ട് പാലങ്ങൾ, ഏതെങ്കിലും ഒരു പദ്ധതി UDFന്റെ കാലത്ത് ഞങ്ങൾ നടപ്പിലാക്കിയെന്ന് പറയുവാണെങ്കിൽ നമ്മളത് അംഗീകരിച്ചു കൊടുക്കാൻ തയ്യാറാണ്. അവർക്ക് പറയാൻ കഴിയില്ല. ഇല്ല, ആ റോഡ് ഇപ്പോഴുള്ളതല്ല. ഈ പിന്നെ ബഹുമാനിയായ ശോഭ ഇരിക്കുന്നതിന് മുമ്പ് തന്നെ ഞങ്ങളുടെ കേരളത്തിലൊരു പ്രശ്നം, ഞങ്ങളിപ്പോ എന്തോ പ്രവർത്തിച്ചാലും അതിനാട്ടിൽ ഉമ്മൻചാണ്ടിയുടെ കല്ലുണ്ടോ ഇതിവിടെ മാത്രമല്ല, കേരളത്തിൽ ഏത് ഉമ്മൻചാണ്ടിയുടെ കല്ലന്വേഷിച്ച് നടക്കാം ഞങ്ങളിപ്പോ. ഇതിവിടെ മാത്രമുള്ള പ്രശ്നമല്ല. ഉമ്മൻചാണ്ടിയുടെ കല്ല് മുൻപേ ഉള്ള റോഡാ, പണ്ടേ ഇവിടെ ഉള്ള റോഡാ. മുമ്പേ ഉള്ള ജങ്കാറിന്റെ കാര്യത്തിൽ മറുപടി പറയണത് ഒരു വിവരാവകാശവും വേണ്ട. ഈ വികസനം പറഞ്ഞ ബഹുമാനിയായ ശോഭയെ കാലുവാരി താഴെ അടിച്ചത് UDFകാർ തന്നെ, അല്ല വേറെ ആരുമല്ല. ആ വികസനത്തിന് കൊണ്ട് ഒരു വികസനം ഇവിടെ നടത്താൻ പറ്റിയില്ല. ഒരു വികസനം പോലും ഇവിടെ നടത്താൻ പറ്റിയില്ല. ഇപ്പൊ ആ പാർട്ടിയിലുണ്ടോന്ന് ചോദിച്ചു നോക്ക്. കോൺഗ്രസ് പോലും ഇല്ല. മൺട്രോത്തുരത്തിലെ പൊതുവികസനത്തിൽ CPM എടുത്ത നിലപാട്, അല്ല ഇടതുപക്ഷ പാർട്ടികളെടുത്ത നിലപാടാണ് ഏറ്റവും മെച്ചപ്പെട്ടത്.
നിങ്ങൾ തീർച്ചയായിട്ടും പരിശോധിക്കാം. ഞങ്ങൾ പാക്കേജ് ഒന്നാം പിണറായി മുഖ്യം മൺട്രോത്തുരുത്ത് റോഡ് BMBC റോഡ് കണ്ടില്ലേ, പെരുമൺ പാലം അണിയുന്ന കണ്ടില്ലേ? എന്താണ് പിണറായി സഖാവ് മുഖ്യമന്ത്രി ആകുന്നതിന് മൺട്രോത്തുരുത്ത് സന്ദർശിക്കുക, ശരി പറഞ്ഞത്, മൺട്രോത്തുരുത്ത് സന്ദർശിക്കുകയുണ്ടായി. മൺട്രോത്തുരുത്തിലെ ബഹുമാനപ്പെട്ട പിണറായി വിജയൻ മുഖ്യമന്ത്രി വടക്കൻ തെക്കോട്ടുള്ള യാത്രക്കിടയിൽ മൺട്രോത്തുരുത്തെ സന്ദർശിച്ചപ്പോൾ പറഞ്ഞ പാക്കേജിനകത്തുള്ളതല്ല ഈ റോഡൊന്നും. മൺട്രോത്തുരുത്തിന് പ്രത്യേകിച്ച് പാക്കേജ് കിഫ്ബിയാണ്, കിഫ്ബി പദ്ധതിയാണ്, കിഫ്ബി പദ്ധതിയാണ്, കിഫ്ബിയിൽ വന്നതാണ്, കിഫ്ബിയിൽ പദ്ധതിയാണ്, കിഫ്ബി പദ്ധതി. ജങ്കാറിന്റെ കാര്യം ചോദിച്ചിട്ട് അതിന് മറുപടി മിണ്ടുന്നില്ല, ജങ്കാർ മിണ്ടുന്നില്ല, ജങ്കാർ സേഫു, ഇവർക്കൊരു ആവശ്യമുണ്ട്. ജങ്കാറിന്റെ കാര്യത്തിൽ അവർ മറുപടി പറയുന്നില്ലെന്ന്, ജങ്കാറിന്റെ കാര്യത്തിൽ മറുപടി പറഞ്ഞില്ലെന്ന്. ജങ്കാറിന്റെ കാര്യത്തിൽ മറുപടി ഇല്ലാത്തത് ഇല്ലാത്തതുകൊണ്ടൊന്നുമല്ല. ഇവിടെ ഈ കഴിഞ്ഞ UDF എന്ന് വെച്ചാൽ ഒരു തൂക്ക് ഭരണമായിരുന്നു. ഈ 5 മെമ്പർമാര് LDF-ന്റെയും ഉത്തരവാദിത്തമുള്ള വൈസ് പ്രസിഡന്റ് ആണ്. UDF-ന്റെ ആണോ പ്രസിഡന്റ്? അങ്ങനെ കയറി പറയാൻ പറ്റത്തില്ല. നിന്ന് പിന്മാറാൻ ഇവർക്ക് കഴിയോ? അല്ല, ഒരു സെക്കൻഡ് ഒരു പ്രധാന പോയിന്റ്. ഞങ്ങളൊരു അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നു. ഈ 5 പേര് UDF-കാരും BJP-കാരും ഇറങ്ങി ഓടി, അതിൽ പങ്കെടുത്തില്ല. ആ അവിശ്വാസ പ്രമേയ സമയത്ത് ഞങ്ങൾ മാത്രമേ രണ്ടുപേരും തമ്മിൽ തല്ലുമ്പോഴേ കാര്യത്തിലൊക്കെ LDF-ഉം UDF-ഉം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വാദിക്കുമ്പോൾ BJP-ക്ക് ഇതിനകത്ത് എന്ത് പറയാനുണ്ടെന്ന്? 3 സീറ്റുണ്ട് ഇവർക്കല്ലേ? 3 സീറ്റുണ്ട്. BJP-ക്ക് 3 സീറ്റുണ്ട്. ഞങ്ങൾ വളരെ തമാശയോടുകൂടിയാണ് ഈ വാദപ്രതിവാദങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കാരണം തമാശയെന്ന് വെച്ചാൽ സഖാവ് VS അച്യുതാനന്ദൻ ആദ്യം കേരള സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് ശിലാസ്ഥാപനം നടത്തിയ പെരുമൺ പാലം ഇന്ന് വരെ പണി പൂർത്തിയായിട്ടില്ല. ഇന്ന് വരെ വർഷം എത്രയാണെന്ന് നിങ്ങൾ കണക്ക് കൂട്ടിക്കണം. അപ്പൊ അതിന് പകരമായിട്ട് ആൾട്ടർനേറ്റ് ആയിട്ട് ഒരു ജങ്കാർ സർവീസ് തുടങ്ങിയതിനെ കുറിച്ചാണ് ഇവർ തർക്കിക്കുന്നത്. അപ്പൊ ഈ നാട്ടിലെ ജനങ്ങളെ വിഡ്ഢികളാക്കിക്കൊണ്ട് ഈ വികസന പ്രവർത്തനങ്ങളുടെയൊക്കെ നാഥന്മാരാണെന്ന് പറയുകയും ഒരു കാര്യം പൂർണ്ണതയിലെത്തിക്കാൻ ശ്രമിക്കാതിരിക്കുകയും ഇതുവരെ നടന്നിട്ടില്ല. ഈ ജങ്കാറും റോഡും മാത്രമാണോ ഇവിടുത്തെ പ്രധാന പ്രശ്നം? ജങ്കാർ റോഡും ജങ്കാറും ഒക്കെ മാത്രമാണ് ഇവിടുത്തെ പ്രശ്നം. അതെ, അതൊരു പ്രധാന പ്രശ്നങ്ങളിലൊന്നാണ്. കാരണം ഇവിടുന്ന് കൊല്ലത്തേക്ക് ഞങ്ങൾക്ക് 15 മിനിറ്റ് കൊണ്ട് 14 കിലോമീറ്റർ ദൂരം യാത്ര ചെയ്താൽ കൊല്ലം ടൗണിൽ ഭരണസ്ഥിരാ കേന്ദ്രത്തിൽ എത്താൻ സാധിക്കും. അപ്പൊ പെരുമൺ പാലം എന്ന് പറയുന്നത് ഞങ്ങളുടെ ഒരു സ്വപ്നമായിരുന്നു. പക്ഷെ സഖാവ് VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് ശിലാസ്ഥാപനം നടത്തിയ പെരുമൺ പാലം ഇന്ന് വരെ പണി പൂർത്തീകരിച്ചിട്ടില്ല. ഇതിനിടയ്ക്ക് എത്രയോ പ്രാവശ്യം, എത്രയോ മാസങ്ങൾ പണി നിശ്ചലമായിട്ട് കിടന്നു. അപ്പൊ പല പല കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് പല കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഫേസ്ബുക്കിലും വാട്സപ്പിലും മാത്രമാണ് പാലം പൂർത്തീകരിച്ചിട്ടുള്ളത്. ഒരു സെക്കൻഡ് ഈ പെരുമൺ പാലം ഇദ്ദേഹം സ്വപ്നം കണ്ട് ഉണരുമ്പം യാഥാർത്ഥ്യമായിരിക്കും. അത്രേ ഉള്ളു, 2 സ്പാൻ മാത്രമേ. പിന്നെ അതുകൂടാതെ ഇവർക്ക് ബിജെപിക്ക് ഇതെല്ലാം തമാശയാ. ബിജെപിക്ക് ഇത് തമാശയാ. ബിജെപിക്ക് ഭരണം തന്നെ തമാശയാ. അവർക്ക് കിട്ടിയത് ബിജെപിക്ക് ഇവരിപ്പോ പറയുന്നത് പാലം പണി പൂർത്തിയായില്ല എന്നാ പറയുന്നത്. അപ്പൊ പാലം പണി നടക്കുന്നുണ്ടെന്ന് ഇവർ സമ്മതിച്ചല്ലോ. പാലം പണിയായി ബന്ധപ്പെട്ട ഒരു കാര്യം പറയാം. ഇവിടെ നിന്നില്ലേ ഒരു പാലം പണിയായി ബന്ധപ്പെട്ട ഒരു കാര്യം പറയാം. മൺട്രോത്തുരുത്തിൽ ഇവർ പറയുന്നു VS അച്യുതാനന്ദ ഗവൺമെന്റ് കാലത്ത് ശിലാസ്ഥാപനം നടത്തി പാലം നിർമ്മിച്ചു. ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് അല്ല, ഞാൻ പറയട്ടെ, ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് കാലഘട്ടത്തിൽ അത് പാലം പണിയാൻ ഫണ്ടില്ലെന്ന് ഞാൻ മാറ്റിവെച്ചു. ഒന്നുകൂടെ പറഞ്ഞോട്ടെ, ഡബർ ചെയ്തു. രണ്ടാമത് ഒരു കാര്യം, എന്തുകൊണ്ട് പ്രിയപ്പെട്ട ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ ഈ പാലം ഇല്ല നിർമ്മാണ പ്രവർത്തനം ഒരു സമരം നടത്തുവാൻ ഈ 2 കക്ഷികൾ തയ്യാറായില്ല? 2 കക്ഷികളും BJP ഇതുവരെ മൺട്രോത്തുരുത്തിൽ അധികാരത്തിൽ കയറിയിട്ടില്ല. ഇനി അഥവാ പഞ്ചായത്തിന്റെ ഭരണം പിടിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മുന്നിൽ ഈ തുരുത്തിന്റെ വികസനത്തിനായി എന്തൊക്കെ ആശയങ്ങളാണുള്ളത്? അതായത് ലോക ടൂറിസം ഭൂപടത്തിൽ 50 സ്ഥലങ്ങളിൽ ഒരു സ്ഥലമാണ് മൺട്രോത്തുരുത്ത്. ഇത് ലോക നിലവാരത്തിലേക്ക് മൺട്രോത്തുരുത്തിനെ ഞങ്ങൾ ഉയർത്തും. അതിന് കേന്ദ്രത്തിന്റെ പ്രത്യേക പാക്കേജ് ഞങ്ങൾ ഇവിടെ കൊണ്ടുവരും. അത് ഏത് മേഖലയിലായാലും ശരി, വികസന പ്രവർത്തനങ്ങൾക്കുള്ള പാക്കേജ് ഞങ്ങൾ കൊണ്ടുവന്ന് ഇവിടുത്തെ ജനങ്ങളെ ദുരിതത്തിൽ നിന്ന് ഞങ്ങൾ കരകയറ്റും. BJP കേരളത്തിൽ എവിടെയെങ്കിലും പാക്കേജ് കൊണ്ടുവരുന്നുണ്ടോ? അല്ല, എവിടെയെങ്കിലും കൊണ്ടുവരുന്നുണ്ടോ? കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ മൺട്രോത്തുരുത്ത് ഞങ്ങൾ കൊണ്ടുവരും.
ഇപ്പൊ കഴിഞ്ഞ 10 വർഷക്കാലമായി നരേന്ദ്രമോദി ഭരിക്കുകയാണ്. 3 ജനപ്രതിനിധികൾ ഇവിടെ ഉണ്ട്. അവരുടെ 3 വാർഡുകളുണ്ട്. എന്ത് വികസനമാണ് അതിവിടെയാണ് പറയേണ്ടത്. ഞാൻ പട്ടംതുരുത്ത് വെസ്റ്റ് വാർഡിന്റെ മെമ്പറാണ് നിലവിൽ പട്ടംതുരുത്ത് വെസ്റ്റ് വാർഡിന്റെ ഗ്രാമപഞ്ചായത്ത് മെമ്പറാണ്. ഇന്ന് വരെ ഇടതുപക്ഷവും വലതുപക്ഷവും മാറി മാറി പട്ടംതുരുത്ത് വെസ്റ്റിനെ ഭരിച്ചു. ഒരു ഇരുചക്ര വാഹനം പോലും ആ വാർഡിൽ എത്തിയിട്ടില്ല. നമ്മളുടെ ബഹുമാന്യനായിട്ടുള്ള മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇവിടെ നിൽപ്പുണ്ട്. അദ്ദേഹം പറഞ്ഞു, ആദ്യത്തെ ഗ്രാമസഭയിൽ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞു, അടുത്ത ഗ്രാമസഭയിൽ ഞാൻ ഇവിടെ വരുന്നത് ഒരു വാഹനത്തിലായിരിക്കും എന്ന് പറഞ്ഞു. പിന്നെ ഒരു ഗ്രാമസഭയിൽ അദ്ദേഹം പങ്കെടുത്തിട്ടില്ല 5 വർഷം. പക്ഷെ ഞാൻ കൊടുത്ത വാഗ്ദാനങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു വാഗ്ദാനമായിരുന്നു അവിടെ ഒരു വാഹനം കൊണ്ടുവരാൻ. ഇപ്പൊ കഴിഞ്ഞ മെമ്പർ ഷൈനി കൃഷ്ണകുമാറിന്റെ ചേട്ടത്തിയുടെ മകള് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ആശുപത്രി കൊണ്ടുപോകുന്നു. സ്വന്തം വീട്ടുമുറ്റത്ത് ആംബുലൻസ് എത്തുന്നുണ്ട്. അവിടെ വാഹനം കൊണ്ടുവരാൻ ജനങ്ങൾ എല്ലാവരുടെയും പങ്കാളിത്തത്തോടുകൂടി അഷ്ടമുടി കായലിൽ 12 അടി താഴ്ചയിൽ പാറയിട്ട് നികത്തി മണ്ണുണ്ടാക്കി റോഡുണ്ടാക്കി. പെരുമൺ പാലം 2 സൈഡിൽ നിന്ന് തുടങ്ങി പെരുമൺ പാലം 2 ഭാഗത്തും തുടങ്ങി അറ്റം മുട്ടാതെ ഇങ്ങനെ നിൽക്കുന്നു. 10 വർഷം ഭരിച്ചു LDF സർക്കാർ. എന്തേത് മുട്ടിക്കാൻ കഴിയാതെ? ഒന്നാമത്തെ കാര്യം, ഈ പാലം എന്ന ആശയം മൺറോത്തോളം പഴക്കമുള്ളതാണ്. അത് ആദ്യം VS അച്യുതാനന്ദൻ ഗവൺമെന്റ് അവസാന കാലഘട്ടത്തിൽ ഒരു തറക്കല്ലിട്ടു. അതിന് തൊട്ടുവരെ നിർഭാഗ്യവശാൽ ഞങ്ങൾക്ക് തുറഫിന് കിട്ടിയില്ല. അന്ന് നിയമസഭയിൽ ശ്രീ ഉമ്മൻചാണ്ടി PK ഗുരുദാസൻ MLA കൊടുത്ത മറുപടിയാണ് ഫണ്ട് ഇല്ലാത്തതിനാൽ ഞങ്ങൾ ഇത് ഡെഫർ ചെയ്യുന്നു. അത് ഈ കോൺഗ്രസ്സുകാർ എല്ലാവരും ഉണ്ടായിരുന്നില്ല. അവസാനം പിന്നീട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പിണറായി വിജയൻ നേതൃത്വത്തിൽ വരുമ്പോഴാണ് കിഫ്ബി പദ്ധതി ഉൾപ്പെടുത്തി ഇത് ആരംഭിക്കുന്നത്. നമുക്കറിയാം 19 കോവിഡ് കാലഘട്ടത്തിലാണ് ഇത് ആരംഭിച്ചത്. അപ്പോൾ തുടങ്ങി വരവേ അതിന് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഡിസൈനുമായി ബന്ധപ്പെട്ട് ടൂറിസം ആംഗിളുള്ള ആശയവുമായി ബന്ധപ്പെട്ട് പുതിയ ഡിസൈൻ പുതുക്കുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ്. അതെല്ലാം പരിഹരിച്ച് നിങ്ങൾക്ക് ഇപ്പോൾ അവിടെ ചെന്നാലും കാണാൻ കഴിയും ഏറ്റവും ആകർഷണീയമായ കോൺക്രീറ്റ് ഉൾപ്പെടെ നടക്കുകയാണ്. അല്ല, മുട്ടിയിട്ടില്ല. ഈ തെരഞ്ഞെടുപ്പ് മുട്ടും, ഉറപ്പായിട്ടും മുട്ടും. ശരി, അല്ല, അത് മാത്രമല്ല, അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോ അത് കഴിഞ്ഞ് 6 വർഷം കഴിഞ്ഞ് കോവിഡിന്റെ പേര് പറഞ്ഞ് ശ്രീ ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിൽ ഇടച്ചാലി പാലം യാഥാർത്ഥ്യമാക്കി. ഇവിടെ പെൻഷൻ 1000 രൂപയോ അല്ല 500 രൂപയോ കൂട്ടിക്കൊടുക്കുന്നത് പറയുന്നു. ഈ കൂട്ടിക്കൊടുക്കുന്നതിന് ആനുപാതികമായിട്ടോ അതിൽ കൂടുതലോ എത്ര രൂപയാണ് ഇവിടെ കൂട്ടിയത്? വെള്ളക്കരം കൂട്ടി, കറണ്ട് ചാർജ് വർദ്ധിപ്പിച്ചു, രജിസ്ട്രേഷൻ ഫീ വർദ്ധിപ്പിച്ചു, പെട്രോൾ വില കൂടുന്നു. അങ്ങനെ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എല്ലാത്തിനും, വീട്ടുകരം, ഭൂമിക്കരം, അങ്ങനെ എല്ലാ നികുതികളും വർദ്ധിപ്പിച്ചു. പിന്നെ ഇപ്പൊ ഈ അടുത്തിടെ കൊണ്ടുവന്നു ഒരു വനിതയ്ക്ക് 1000 രൂപ വെച്ച് കൊടുക്കുന്നു. ശരി, സമ്മതിച്ചു. അത് BPL കാർക്കാണ് കൊടുക്കുന്നതെന്ന് പറയുന്നു. ഈ BPL അതിന് സ്പെസിഫിക്കേഷൻ പറയുന്നുണ്ട്. BPL തന്നെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്കില്ല, പെൻഷൻ, മറ്റ് ആനുകൂല്യങ്ങൾ ഒന്നും വാങ്ങുന്നവർക്ക് ഈ 1000 രൂപ ഇല്ല. തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ഇല്ലെന്ന് പറയുന്നത് പച്ചക്കള്ളം. ഇതേപോലെ പച്ചക്കള്ളമാണ് ഇവർ പറഞ്ഞു വരുന്നത്. ഈ വീട്ടുതരം കൂട്ടുണ്ടായിരുന്നല്ലോ, പഞ്ചായത്ത് അവരല്ലേ ഭരിച്ചത്. ആര് പറഞ്ഞു കൂട്ടാനായിട്ട് വീട്ടുകാരം? ഇവർക്ക് വേണേ ഗവൺമെന്റ് നിർബന്ധത്തോട് കൂട്ടിയതല്ല. എല്ലാത്തിന്റെയും ശമ്പളം എല്ലാം കൂട്ടിയില്ലയോ? എല്ലാത്തിന്റെയും ശമ്പളം എല്ലാം കൂട്ടി. അതേണക്ക് ഉമ്മൻചാണ്ടി സർക്കാർ ഇരുന്നപ്പോ 600 രൂപ കൊടുത്തിരുന്ന പെൻഷനാണ്. അവരിറങ്ങുമ്പോ 18 മാസം കുടിശ്ശികയാക്കിയിട്ടാ പോയത്. ഇപ്പൊ 2000 രൂപയായി. അതെന്താ കള്ളമാണെന്ന് പറയുന്നേ? ആര് പറഞ്ഞ്? എല്ലാവർക്കും അറിയാവുന്ന ഉമ്മൻചാണ്ടി ഇരുന്നപ്പോ 32 ലക്ഷം ആൾക്കാർ കേരളം ഭരിക്കുമ്പോൾ അല്ല, പലവിധ പെൻഷൻ ഒരാൾക്ക് കിട്ടുമായിരുന്നു. പക്ഷേ പിണറായി വിജയൻ വന്നപ്പോൾ ഒരാൾക്ക് പെൻഷൻ മാത്രമേ കിട്ടുകയുള്ളൂ. എന്തുകൊണ്ടാണത്? 32 ലക്ഷം ഗുണഭോക്താക്കളുണ്ടായിരുന്നല്ലോ. കോൺഗ്രസും LDFും കഴിഞ്ഞ തവണ സീറ്റുകൾ തുല്യത പാലിക്കുന്നു. അങ്ങനെ കോൺഗ്രസിന്റെ പ്രതീക്ഷകൾ എങ്ങനെ? കോൺഗ്രസ് സ്വന്തമായി എല്ലാ 14 സീറ്റുകളിലും കോൺഗ്രസ് അധികാരത്തിൽ കയറും. യാതൊരു മാറ്റവുമില്ല. അത് മാത്രമല്ല, ഇവിടെ 1992 നമ്മുടെ കൊന്നയിൽക്കടവ് പാലം പൊളിഞ്ഞു. അന്ന് തൊട്ട് അവിടെ പാലം വരുന്നു എന്നുകൊണ്ട് ഇവിടുത്തെ CPM നേതാക്കൾ ഫേസ്ബുക്കിലൂടെ ഇടുന്നു. പക്ഷേ പാലം വരുന്നില്ല. കഴിഞ്ഞ 9 വർഷക്കാലമായി പിണറായി വിജയനോട് ഭരിക്കുന്നു. പിണറായി വിജയൻ മണ്ഡലോത്തരത്തിന് പ്രത്യേക പാക്കേജ് എടുത്തു എന്ന് പറഞ്ഞു. എന്ത് പാക്കേജ്? ഇവിടെ പറയാണ്ട് സേഫു, ഇവിടെ
ഇവിടെ പറയും. അതായത് സീറ്റിന്റെ കൊന്നേക്കടോ പാലം ഉൾപ്പെടെ ഇവർ തന്നെ പറഞ്ഞു 92 പോയതാണ്. ഇതിനുശേഷം 2 തവണയെങ്കിലും UDF ഭരിച്ചു, ഒന്നും ചെയ്തില്ല. അതേസമയം ഞങ്ങളിപ്പോൾ നിർമ്മാണം ആരംഭിച്ചു കഴിഞ്ഞു. യുവരാളിംഗൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി കൊണ്ട് നിർമ്മാണം ആരംഭിച്ചു കഴിഞ്ഞു, എല്ലാ തടസ്സങ്ങളും പഠിച്ചു. പിന്നെ ഞാൻ ഒന്ന് പറഞ്ഞിരുന്നേ, പിണറായി വിജയൻ ഈ നമ്മൾ ഈ വന്ന BMBC റോഡ്, നിങ്ങൾ ഈ കൊല്ലം ജില്ലയിൽ എവിടെ ഇത്ര മനോഹരമായ റോഡ് നിർമ്മിച്ചിട്ടുണ്ടോ? അതേപോലെ തന്നെ നമ്മൾ ലൈഫ് ഭവന പദ്ധതി, ക്ഷേമ പെൻഷൻ 2000 രൂപയ്ക്ക്, സ്ത്രീകൾക്ക് 1000 രൂപ സുരക്ഷാ പെൻഷൻ കൊടുക്കുന്നു. 9 വർഷം തുടർഭരണത്തിന്റെ ആനുകൂല്യങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരൊന്നും ചെയ്തില്ല, ഇവരൊന്നും ചെയ്തില്ല എന്ന് പരാതി പറയുന്നു. മൃഗീയ ഞങ്ങൾക്ക് പറയാനുള്ളത്, തിരുവനന്തപുരത്ത് പാറശാല കഴിഞ്ഞാലും പാലക്കാട് വാളയാർ കഴിഞ്ഞാലും ഇവർ രണ്ടുപേരും ഒരാൾക്കാരാണ്. അല്ല, പാലം കൂട്ടിമുട്ടിക്കുന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് റോളില്ല. സംസ്ഥാന ഗവൺമെന്റ് ചെയ്യേണ്ട പദ്ധതിയാണ്, പൂർത്തിയാക്കണം. ഈ 2 സ്ഥലങ്ങൾ കഴിഞ്ഞാൽ ഇവർ ഒരുമിച്ചുള്ള കക്ഷികളാണ്. അതുകൊണ്ട് ഞങ്ങളെ കണ്ണിൽ എന്താണ് വെറുതെ പൊടിയിട്ട് സ്വന്തമായിട്ട് അധികാരത്തിലാണ് BJP. 8 സീറ്റിൽ കൂടുതൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവർ പറഞ്ഞു BJPക്ക് ഒന്നും കിട്ടത്തില്ല. പക്ഷേ 3 സീറ്റ് UDF മൃഗീയ ഭൂരിപക്ഷത്തിൽ ഇവിടെ ഭരണസമിതിയിൽ ഇരിക്കുമ്പോഴാണ് ബഹുമാനിയായ ശോഭ അധികാരത്തിൽ വന്നത്. ഒരു വികസനം നടത്താൻ അവർ സമ്മതിച്ചില്ല. ഈ നിൽക്കുന്നവരെല്ലാം കൂടെ കാലുവാരി താഴെയിട്ട് ഇനി അത് തന്നെ സംഭവം, ഇനി അവർക്കൊരു ഭൂരിപക്ഷം കിട്ടിയ ഇത് തന്നെ സംഭവം. ഒരു വികസനം നടത്താൻ പറ്റത്തില്ല. ഇത് തന്നെ എന്തായാലും മൺട്രോ തുരുത്തുകാരെ സംബന്ധിച്ചിടത്തോളം വികസനം അപ്പോ ആ വികസനമില്ലായ്മയും തമ്മിലുള്ള പോരാട്ടമാണ്. അതിൽ ആര് ജയിക്കുമെന്ന് കാത്തിരുന്ന് കാണാം. മൺട്രോ തുരുത്തിൽ നിന്നും